നമസ്കാരം. 1998-99 വർഷങ്ങളിലാണ് വിജയ് മല്യ ശബരിമലയിൽ ഏതാണ്ട് 30 കിലോയിൽ അധികം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ സ്വർണം പൊതിഞ്ഞത്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷമാണ് CPM നേതാവായ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത്. അതേ സമയത്ത് തന്നെയാണ് CPM നേതാവായ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറാവുന്നത്. പ്രസിഡന്റ് പത്മകുമാറും കമ്മീഷണർ വാസുവും മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു അവതാരത്തെ, ഇടനിലക്കാരനെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് സ്വർണ്ണമോഷണം നടന്നത്. സ്വർണ്ണമോഷണത്തിൻ്റെ വ്യാപ്തി എവിടെ വരെ പോകും എന്നതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അത്ര ഗൗരവമേറിയ മോഷണം നടന്നെന്നും ഇപ്പോൾ പറയുന്ന ഗ്രാം കണക്കൊക്കെ തെറ്റാണെന്നും വിജയ് മല്യ മാത്രമല്ല മറ്റു പല പ്രമുഖരായ ഭക്തരും സംഭാവന ചെയ്ത സ്വർണമൊക്കെ കടത്തപ്പെട്ടു എന്നും വിശ്വസിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതോടെ CPM പ്രതിരോധത്തിലായി. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയതും അതുതന്നെയാവാം. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് CPMന്റെ അടിവേരി ഇളക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നാടകീയമായ ചില ട്വിസ്റ്റുകൾ അരങ്ങേറുകയാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും CPMന്റെ തലയിൽ നിന്നെടുത്ത് കോൺഗ്രസിന്റെ തലയിലേക്ക് വയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പല സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന്, BJP പൊടുന്നിന് ഇറക്കിയ ഒരു പ്രചരണ ഗാനമുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന പ്രചരണ ഗാനത്തിന് പുതിയൊരു പാരഡി ഇറങ്ങിയിരിക്കുന്നു. ആ പാരഡി പറയുന്നത് ശബരിമലയിലെ സ്വർണം കട്ടത് സഖാക്കളാണ്, എന്നാൽ അത് വിറ്റത് കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നാണ് പറയുന്നത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തവൻ ആരപ്പ, ഇന്ത്യ മുന്നണിയാണപ്പ. സ്വർണം മൊത്തം കട്ടപ്പ, ഇന്ത്യ മുന്നണി കട്ടപ്പ. ഇത് വളരെ ഗൗരവമേറിയ ഒരു ട്വിസ്റ്റാണ്. സോണിയാഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ രംഗത്ത് വന്നത് വെറുതെയല്ല. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുണ്ട്. അത് AI നിർമ്മിതമാണ് എന്ന വാദം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉയർത്തി അത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയല്ല, അത് യഥാർത്ഥത്തിൽ കണ്ടതാണ് എന്ന് വ്യക്തമായിട്ടും അതേക്കുറിച്ച് ചർച്ചകളില്ല. CPM നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അടക്കമുള്ളവർ. എന്നാൽ സോണിയാഗാന്ധിയുമായുള്ള ഫോട്ടോ കൂടുതൽ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. ഇപ്പോൾ അത് നീങ്ങുന്നത് അവിശ്വസനീയമായ ഒരു ട്വിസ്റ്റിലേക്കാണ്. ഈ ആരോപണം ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന് തലയിലേക്ക് വെച്ച്, സോണിയാഗാന്ധിയുടെ തലയിലേക്ക് വെച്ച് CPM രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് എന്ന് ആധികാരികമായി പറയാൻ സാധ്യമല്ല. അത്തരമൊരു സാധ്യത ശക്തമായി നിലവിലുണ്ടെങ്കിലും അതാണ് സാധ്യത എന്ന് തറപ്പിച്ചു പറയാൻ സാഹചര്യമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചനയും ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകളും ബോധപൂർവമായ പാരഡി ഗാനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കോൺഗ്രസിന്റെയും സോണിയയുടെയും തലയിൽ എത്തുമെന്നാണ്. ഒരുപക്ഷെ CBI അന്വേഷണം എന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നതിന്റെ പിന്നിൽ പോലും ഈ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന അന്തർധാരയുടെ തുടർച്ചയായി ഇത് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അറിവില്ലാത്തത് കോൺഗ്രസ്സുകാർക്കാന്ന് ഓർക്കണം. BJPയും CPMഉം സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ട്വിസ്റ്റിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ആ ട്വിസ്റ്റ് സത്യമാണോ അതോ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് തീർത്ത് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. ആദ്യം നമുക്ക് ഇന്നത്തെ കേരളകൗമുദി ദിനപത്രത്തിലേക്ക് പോകാം. കേരളകൗമുദിയുടെ ഇന്നത്തെ ദിനപത്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്ത നോക്കുക. ആ വാർത്തയിൽ പറഞ്ഞു, ശബരിമല സ്വർണം ഡൽഹിയിലെ ഉന്നതർ രാജ്യം കടത്തിയോ. MH വിഷ്ണു എന്ന കേരളകൗമുദി ലേഖകനാണ് വാർത്ത എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകൾ കേരളത്തിൽ എഴുതുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ഡൽഹിയിലെ ഉന്നതരിലേക്ക് നീളുന്നു. ഭരണതലത്തിൽ മുമ്പ് വൻ സ്വാധീനമുണ്ടായിരുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവിന്റെ 2 ഉറ്റ ബന്ധുക്കളിലേക്കാണ് അന്വേഷണം. എന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ പേര് പറയുന്നില്ല, പക്ഷെ സോണിയാഗാന്ധിയാണ്. ഇവർക്ക് അന്താരാഷ്ട്ര പുരാവസ്തു ബിസിനസ് ഉണ്ട്. അതായത് സോണിയാഗാന്ധിയുടെ ഉറ്റ ബന്ധുക്കൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തു ബിസിനസ് ഉണ്ട്. ദക്ഷിണ യൂറോപ്യൻ രാജ്യത്തുള്ള ബന്ധുവിനെ, ദക്ഷിണ യൂറോപ്യൻ രാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റലി,
അവിടെ പലയിടത്തായി പുരാവസ്തു വ്യാപാരമുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് വൻ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന കുടുംബാംഗത്തിന് പുരാവസ്തു കരകൗശല ബിസിനസ് ഉണ്ടായിരുന്നു. അതായത് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയുടെ കാര്യമാണ് ഈ പറയുന്നത്. മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബെല്ലാരിയിലെ ജൂവലറി ഉടമ ഗോവർദ്ധനും ഇവരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ കുടുംബവുമായി എന്തുതരം ബന്ധമുണ്ടെന്ന് അന്വേഷിക്കുന്നു എന്ന് പറയുന്നത്. ഇത് CBI വരുന്നതിന് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ. പുരാവസ്തുക്കൾ കടത്തിയെന്ന പരാതിയിൽ 2003 ഇതിലൊരാൾ CBI അന്വേഷണം നേരിട്ടതാണ്. കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള വാർത്ത രണ്ടാമത്തെ വാർത്തയിൽ ഞാൻ കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു വെക്കണം. 2003 CBI അന്വേഷണം ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കെതിരെ ഉണ്ടായി. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളടക്കം വിദേശത്തെ പുരാവസ്തു വ്യാപാരശാലയിൽ ഉണ്ടെന്ന് പൊതുതാൽപര്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു അന്വേഷണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിലായിരുന്നു അന്വേഷണം. ഇന്റർപോൾ സഹായത്തോടെ തുടങ്ങിയ അന്വേഷണം പിന്നീട് രാഷ്ട്രീയ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഒതുക്കപ്പെട്ടു. യൂറോപ്യൻ നഗരത്തിൽ ഗണപതി എന്ന പേരിൽ ഇവർക്ക് പുരാവസ്തു വ്യാപാരശാലയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. മുഗൾ കാലത്തെ പെയിന്റിങ്ങുകളും കടത്തിയെന്നായിരുന്നു ആക്ഷേപം. അയ്യപ്പസ്വാമിയുടെ പ്രഭാമണ്ഡലവും ശ്രീകോവിലിലെ അമൂല്യമായ ചെറുവിഗ്രഹങ്ങളും അടക്കം കടത്തിയവരിൽ ഇവരുടെ പങ്ക് സംശയിക്കുന്നു. 1.25 നൂറ്റാണ്ട് മുൻപ് ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ സ്ഥാപിച്ചവയാണ് തങ്കം പൊതിഞ്ഞ പ്രഭാമണ്ഡലവും ചെറുവിഗ്രഹങ്ങളും. ശിവവ്യാളി രൂപങ്ങളടങ്ങിയതാണ് പ്രഭാമണ്ഡലം. ഇതിലെ 7 പാളികളും കട്ടടയിലെ ദശാവതാരം, രാശിചിഹ്നം അടക്കം ആലേഖനം ചെയ്ത 5 പാളികളും കടത്തിയത് അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിലെ കോടാനുകോടി മൂല്യത്തിൽ കണ്ണുവെച്ചാണെന്നാണ് SITയുടെ നിഗമനം. ഒറിജിനൽ പാളികൾ കടത്തിയ ശേഷം ചെമ്പിൽ അതിന്റെ പതിപ്പുണ്ടാക്കി തിരികെ വെച്ചതാണെന്നും സംശയിക്കുന്നു. ഇപ്പോഴുള്ള പാളികൾ ഒറിജിനൽ ആണോ എന്ന് ഹൈക്കോടതിയും സംശയം ഉന്നയിച്ചിരുന്നു. VSSC ലാബിലെ ശാസ്ത്രീയ പരിശോധനയിൽ ഇക്കാര്യം തെളിയും. അയ്യപ്പന് പ്രഭാമണ്ഡലത്തിലെ സ്വർണം കവർന്നതും താഴികക്കുടങ്ങൾ ഇളക്കി പമ്പ വരെ കൊണ്ടുപോയതും കേരള കൗമുദിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു ചെറിയ ബ്രാക്കറ്റ് ന്യൂസ് ഉണ്ട്. അന്വേഷണം ഡൽഹിയിലേക്ക്, പ്രമുഖ നേതാവിന്റെ 2 ബന്ധുക്കൾ സംശയമുനയിൽ. ഇവിടെ സോണിയാഗാന്ധിയുടെ പേരോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ബന്ധുക്കളുടെ പേരോ ഈ കേരള കൗമുദി റിപ്പോർട്ടർ പറയുന്നില്ല. എന്നാൽ കേരള കൗമുദി റിപ്പോർട്ടർ ഉദ്ദേശിച്ചത് സോണിയാഗാന്ധിയാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഇന്നത്തെ ജന്മഭൂമിയിലുണ്ട്. ഇതാണ് ഇന്നത്തെ ജന്മഭൂമി. അതിൽ വലിയ ഒരു ബോക്സിൽ നടുക്ക് ഒരു 7 കോളം വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള, സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിൽ. കുറച്ചുകൂടി വ്യക്തമായി കേരള കൗമുദി പേര് പറയാതെ എഴുതിയിരിക്കുന്നത്, ജന്മഭൂമി പേര് പറഞ്ഞെഴുതിയിരിക്കുന്നു. അനീഷ് അയിലമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതാവ് സോണിയാഗാന്ധിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സോണിയയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിൽ. ഇറ്റലിയിലുള്ള സഹോദരി അലക്സാണ്ട്രിയ അക്ക അനുഷ്കയുടെ, ഈ അക്ക എന്ന് പറയുന്നത് അവരുടെ പേരല്ല, അലക്സാണ്ട്രിയ അല്ലെങ്കിൽ അനുഷ്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടർ അക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ട്രിയ അക്ക അനുഷ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ട്രിയ അഥവാ അനുഷ്കയുടെ ഉടമസ്ഥതയിലുള്ള 2 പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളാണ് വിവാദത്തിലായത്. ഈ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി തവണ ആരോപണങ്ങൾ ഉയരുകയും സുബ്രഹ്മണ്യം സ്വാമി ഉൾപ്പെടെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തു. ഡൽഹിയിലുള്ള ഉന്നത കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ ബന്ധു 2 പുരാവസ്തു കേന്ദ്രമെന്ന് കേരള കൗമുദി റിപ്പോർട്ട്. ഇതാണ് വ്യക്തം. ഇറ്റലിയിലെ റിവോൾട്ട നഗരത്തുള്ള എത്തിനിക്കയും ഓർബസാനോ എന്ന സിറ്റിയിലെ ഗണപതിയുമാണ് അലക്സാണ്ട്രിയ അക്ക അനുഷ്കയുടെ ഉടമസ്ഥതയിലുള്ള 2 സ്ഥാപനങ്ങൾ. ഇതിൽ ഗണപതി എന്ന സ്ഥാപനത്തിൽ ഭാരതത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് വിൽക്കുന്നതെന്ന് പുറത്തു വരുന്ന വിവരം. പശ്ചിമ യൂറോപ്പ് എന്ന് പറഞ്ഞ ഇറ്റലിയാണ്. അതുപോലെ ഗണപതിയുടെ പേര് അവിടെ പറഞ്ഞിരുന്നു, അത് സോണിയാഗാന്ധിയുടെ സഹോദരിയുടെയാണ്. ഈ സ്ഥാപനത്തിനെതിരെ 2003 പുരാവസ്തു തട്ടിപ്പ് ആരോപിച്ച് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി ഹൈക്കോടതിയും CBIയെയും സമീപിച്ചു. ഇതാണ് കേരള കൗമുദി റിപ്പോർട്ട് 2003 CBI കേസ്. ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡ്, ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഫോട്ടോകളുമാണ് പരാതി ഉന്നയിച്ചത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം CBI ഇറ്റാലിയൻ എംബസിക്ക് വിവരങ്ങൾ ആരാഞ്ഞ് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. കോടതി പറഞ്ഞനുസരിച്ച് CBI ഇറ്റാലിയൻ എംബസിക്ക് കത്തയച്ചു, മറുപടി ലഭിച്ചില്ല. 1993 സമാനമായ സംഭവം ഉണ്ടായി. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയെ മറയാക്കി ചെന്നൈയിൽ നിന്ന് ഇറ്റലിയിലേക്ക് അനധികൃതമായി പുരാവസ്തു കയറ്റുമതി ചെയ്തതിന് CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്നും സോണിയാഗാന്ധിക്കെതിരായിരുന്നു ആരോപണം. അന്ന് പാർലമെന്റിലടക്കം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇത് വഴിവെച്ചിരുന്നു. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിനെ ഇന്റർപോളിൽ സഹായത്തോടെ CBI പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിനെ തുടർന്ന് 2011 ഒക്ടോബർ ജർമ്മനിയിൽ അറസ്റ്റ് ചെയ്തപ്പോഴും സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിലായിരുന്നു. അന്നെല്ലാം ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ എന്നിവർ സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സമയത്തായിരുന്നു എന്നാണ് വിവരം.
ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് സോണിയയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങൾ വീണ്ടും വിവാദത്തിലാവുന്നത്. ഈ രണ്ട് വാർത്തകളും ചേർത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് സോണിയാഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഇതിന് വലിയ ട്വിസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇതിന് തുടർച്ചയാണ് ഇന്നത്തെ ജന്മഭൂമിയിലെ തന്നെ പ്രധാന വാർത്ത. ആ വാർത്തയിലേക്ക് പോയാൽ സ്വർണ്ണക്കേസിൽ CBI കോടതി വിധി നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കൂടി റിപ്പോർട്ട് നൽകിയതോടെ ഇനി കണ്ണുകൾ ഹൈക്കോടതിയിലേക്ക്. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം കോടതി എന്തു പറയും എന്നതാണ് ജനങ്ങൾ സസൂക്ഷ്മം നോക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസം, പിണറായി നടത്തിയ പ്രഖ്യാപനങ്ങൾ, CPM നേതാക്കൾ അടക്കമുള്ളവരുമായുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടും സോണിയാഗാന്ധിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിണറായിയുടെ ആക്രമണം, ഇതൊക്കെ വ്യക്തമാക്കുന്നത് വലിയ ഒരു ചർച്ച ഇത്തരത്തിൽ നടക്കുന്നുവെന്ന്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സോണിയാഗാന്ധിക്കോ സോണിയാഗാന്ധിയുടെ സഹോദരിക്കോ ബന്ധമില്ല എന്ന് തീർത്തു പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ കാണുമ്പോൾ ഇതിലൊരു ഗൂഢാലോചന മണക്കേണ്ടി വരുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങൾ വാസ്തവമാണ്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് പുരാവസ്തു കച്ചവടമുണ്ട്. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും മാത്രം മതി ഇത്രയും സെൻസേഷണലായ ഒരു വിഷയത്തെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ വളച്ചൊടിക്കാനും ചർച്ചയാക്കാനും. ചാരക്കേസിൽ സംഭവിച്ചത് അതായിരുന്നു. അതോടെ കരുണാകരന്റെ പുക കണ്ടു എല്ലാവരും. പിന്നീട് ചാരക്കേസ് എഴുതി തള്ളി ആരോപണ വിധേയരായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നപ്പോൾ കരുണാകരൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു തിരക്കഥ കാണുമ്പോൾ പിണറായിയുടെ കാഞ്ഞബുദ്ധിയിൽ, പ്രത്യേകിച്ച് പിണറായിയുടെ ദേശീയ തലത്തിലെ അന്തർധാരകൾ കാണുമ്പോൾ വലിയ ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വലിയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് നമുക്ക് വെള്ളപൂശാനും സാധ്യമല്ല. അത്തരം സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും സ്വർണ്ണക്കേസിലെ വലിയ ട്വിസ്റ്റ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുണ്ടാവും എന്ന് തീർച്ചയാണ്. വെറുതെയല്ല പിണറായിയുടെ ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കോൺഗ്രസിന്റെ വിനയായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതേയില്ല.